മലയാള സിനിമ അതിന്റെ ഏറ്റവും മികച്ച വർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 2024 ആദ്യ പാദം പോലെ ഗംഭീരമായിരുന്നില്ല രണ്ടാം പാദമെങ്കിലും മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായ ഒരു വർഷം തന്നെയാണ് 2024. മികച്ച കണ്ടന്റിനൊപ്പം മികച്ച ക്വാളിറ്റിയും മലയാള സിനിമ നിലനിർത്തുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ആവേശവും ഭ്രമയുഗവും ആടുജീവിതവുമെല്ലാം കേരളത്തിനപ്പുറം ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്ത ചിത്രങ്ങളാണ്. ഇവയെല്ലാം ബോക്സ് ഓഫീസ് നമ്പറുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇതിനൊപ്പം മലയാള സിനിമ 2024 തുടങ്ങിവെച്ച ഒരു പുതിയ പ്രവണതയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് മിക്ക ചിത്രങ്ങൾക്കും രണ്ടാം ഭാഗത്തിനുള്ള ലീഡ് ഇട്ടുകൊണ്ടാണ് ചിത്രങ്ങൾ അവസാനിക്കുന്നത്. സീക്വലുകളും പ്രീക്വലുകളും ഇനി മലയാള സിനിമ ഭരിക്കുമോ എന്നതാണ് ആരാധകരിപ്പോൾ ചോദിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങി തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന വാഴ എന്ന ചിത്രത്തിലൂടെ തന്നെ പറഞ്ഞു തുടങ്ങാം. രണ്ടാം ഭാഗത്തിനുള്ള ലീഡ് ഇട്ടുകൊണ്ടാണ് വാഴ എന്ന സിനിമ അവസാനിപ്പിക്കുന്നത്. മകനും അച്ഛനും തമ്മിലുള്ള ഒരു പിടി കഥകളിലൂടെയാണ് ചിത്രം മുന്നോട്ടു നീങ്ങുന്നത്. ആദ്യ പകുതിയിൽ മുഴുനീള കോമഡിയിൽ മുന്നേറിയ ചിത്രം രണ്ടാം പകുതിയിൽ സെന്റിമെന്റ് മൂഡിലേക്ക് ട്രാക്ക് മാറ്റി പിടിക്കുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രണ്ടാം ഭാഗം കൂടിയാകും ഇത്. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ജയറാം ചിത്രം ഓസ്ലറാണ് സീക്വലിന് സാധ്യത നൽകി പുറത്തിറങ്ങിയ ഈ വർഷത്തെ ആദ്യ ചിത്രം. മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയ ഓസ്ലർ ജയറാം എന്ന നടന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു. ക്രൈം ത്രില്ലർ ജോണറിലെത്തിയ ചിത്രം സാമ്പത്തികമായി വിജയവും സ്വന്തമാക്കി. മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിച്ച മലൈക്കോട്ടെ വാലിബനും രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചത്. ലാലേട്ടൻ LJP പരീക്ഷണ ചിത്രം പക്ഷേ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ദൃശ്യഭംഗിയിലും മേക്കിങ്ങിലും വാലിബൻ മുന്നിട്ട് നിന്നെങ്കിലും സിനിമ പലരെയും മുഷിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സിനിമ ബോക്സ് ഓഫീസിൽ ദുരന്തമായാണ് അവസാനിച്ചത്. ആദ്യ ഭാഗം വലിയ പരാജയമായതിനാൽ അണിയറ പ്രവർത്തകർ രണ്ടാം ഭാഗം ചെയ്യുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയവുമുണ്ട്. ടൊവിനോ തോമസ് നായകനായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് ലിസ്റ്റിലെ അടുത്ത ചിത്രം. ഒരു അന്വേഷണ സംഘത്തിന്റെ 2 വ്യത്യസ്ത കേസ് അന്വേഷണമാണ് ചിത്രം പറഞ്ഞത്. 1970-80 കാലഘട്ടം പുനഃസൃഷ്ടിക്കുന്നതിൽ ചിത്രം വിജയിച്ചിരുന്നു. അതേ സംഘത്തിന്റെ അടുത്ത കേസ് എന്തായിരിക്കുമെന്ന ആകാംക്ഷ നൽകിക്കൊണ്ടാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അവസാനിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസ് വിജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം റിലീസ് ആകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുമുണ്ട്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത റോംകോം ചിത്രം പ്രേമലുവിനും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞു. 130 കോടിയാണ് പ്രേമലു ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. ആദ്യ ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിന്റെ സാധ്യതകളൊന്നും അവശേഷിപ്പിച്ചിരുന്നില്ല. ചിത്രത്തിന്റെ സാമ്പത്തിക വിജയമാണ് രണ്ടാം ഭാഗത്തിനുള്ള പ്രധാന കാരണം. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ടർബോയും രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിയാണ് അവസാനിച്ചത്. മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ വോയിസ് ഓവറിലുള്ള ടെയിലൻഡിന് വൻ പ്രതികരണമാണ് തിയേറ്ററിൽ ലഭിച്ചത്. ടർബോ ജോസിന്റെ രണ്ടാം വരവ് എപ്പോഴാണെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടില്ല. ടർബോയും സാമ്പത്തികമായി വിജയം നേടിയ ചിത്രമാണ്. ആസിഫ് അലി ജിസ് ജോയ് കൂട്ടുകെട്ടിലൊരുങ്ങിയ തലവനാണ് ഈ ലിസ്റ്റിലെ അടുത്ത ചിത്രം. ഒരിടവേളയ്ക്ക് ശേഷം ആസിഫിന് ബോക്സ് ഓഫീസിൽ വൻ വിജയം നൽകിയ ചിത്രമാണ് തലവൻ. ബിജു മേനോനും തലവനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. 2 പോലീസ് ഓഫീസർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷും കേസ് അന്വേഷണവും പറഞ്ഞ ചിത്രത്തിന്റെ ടെയിൽ എൻഡും ഗംഭീരമായിരുന്നു. രണ്ടാം ഭാഗം ഉറപ്പായും ഉണ്ടാകുമെന്ന് സംവിധായകൻ ജിസ് ജോയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തലവന്റെ രണ്ടാം ഭാഗത്തിനുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ലാതെ വന്ന മികച്ച ഒരു ചിത്രമായിരുന്നു ഗോളം. രഞ്ജിത്ത് സജീവ് നായകനായ ചിത്രം ആദ്യ അവസാനം പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഗംഭീര ത്രില്ലറാണ്. ആര് കൊന്നു എന്നതിനേക്കാൾ എങ്ങനെ കൊന്നു എന്നറിയാൻ വേണ്ടി പ്രേക്ഷകൻ ആകാംക്ഷയോടെ കണ്ട സിനിമയാണ് ഗോളം. രണ്ടാം ഭാഗത്തിനുള്ള സൂചന തന്നിട്ടാണ് ഗോളവും അവസാനിച്ചത്. ഗോളത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. വരാനിരിക്കുന്ന ഒരു പിടി സീക്വലുകളാണ് മലയാള സിനിമയുടെ ഇനിയുള്ള പ്രതീക്ഷകളും. നമുക്ക് കാത്തിരിക്കാം.